സിദ്ധാർത്ഥന് നീതി കിട്ടണം. സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപ് ഏറ്റുവാങ്ങിയ ക്രൂരമർദ്ദനം അക്കമിട്ട് നിരത്തുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഫെബ്രുവരി 16 രാത്രി മുതൽ പുലരുന്നതുവരെ 18 പേർ ഹോസ്റ്റലിലെ നടുമുറ്റത്ത് അടിവസ്ത്രത്തിൽ നിർത്തി സിദ്ധാർത്ഥനെ മർദ്ദിച്ചതടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. മരണകാരണം കണ്ടെത്തണമെന്നും നടന്നത് പരസ്യ വിചാരണയും മൃഗീയ പീഡനവുമാണെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. UGCക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത് ഞങ്ങളുടെ SIT തലവൻ TV പ്രസാദാണ്. TV പ്രസാദ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. TV പ്രസാദ്, കൊടിയ പീഡനം എന്ന് പറഞ്ഞാൽ അതിനെ വിശേഷിപ്പിക്കുന്നത് അല്പം കുറഞ്ഞു പോകും. എന്തൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയോട് ഒപ്പമുള്ളവർ, കൂട്ടുകാർ, തലേന്ന് വരെ തോളിൽ കൈയിട്ട് നടന്നവർ ചെയ്തതെന്നുള്ളത് അക്കമിട്ട് നിരത്തുന്ന ഒരു റിപ്പോർട്ട്. നമ്മുടെയൊന്നും പഠനകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ അല്ലാത്ത കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്ന കാഴ്ചയാണ് പൂക്കോടെ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ആത്മഹത്യ എന്ന വാക്ക് ഒരിടത്ത് പോലും അതിലില്ല എന്നതും ഞെട്ടിപ്പിക്കുന്നതല്ലേ? CBI അന്വേഷണ വഴിയിൽ എത്രത്തോളം നിർണായകമാകും ഈ കണ്ടെത്തലുകൾ? സുജയ, 22 വിദ്യാർത്ഥികൾ കണ്ടതുപോലെ പറഞ്ഞ് തയ്യാറാക്കിയ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ പുറത്തു കൊണ്ടുവന്നത്. ഫെബ്രുവരി മാസം 15 രാത്രി സിദ്ധാർത്ഥിനെ വിളിക്കുന്നത് മുതൽ തുടങ്ങി ഫെബ്രുവരി 18 ഉച്ചയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം കോളേജിൽ നിന്ന് കൊണ്ടുപോകുന്നത് വരെയുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. നേരത്തെ സുജയ പറഞ്ഞു വെച്ചതുപോലെ ഫെബ്രുവരി 15 അമ്മയെ വിളിച്ചു പറയുന്നു, ഞാൻ വീട്ടിലേക്ക് വരികയാണ് എന്ന്. അതിനിടയിലാണ്, തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടയിലാണ് അവിടുത്തെ സഹപാഠിയായ രഹൻ ബിനോയ് വിളിക്കുന്നത് സിദ്ധാർത്ഥിനെ. അടിയന്തരമായി കോളേജിലേക്ക് വരണം, ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാനുണ്ട്. അതിന് പിന്നാലെ അഭിജിത്ത് മോഹനും വിളിച്ചതോടുകൂടി യാത്ര പിന്നീട് തിരിച്ച് കോളേജിലേക്ക് തന്നെയാക്കുന്നു. 16 രാവിലെ കോളേജിലെത്തുന്നു. 16 പകൽ ഒന്നും സംഭവിക്കുന്നില്ല. അതിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് സൗദ് റിസാൽ, മുഹമ്മദ് ഡാനിഷ്, ആദിത്യൻ എന്നിവരുടെ കൂടെയായിരുന്നു. ഈ 3 പേരുമാണ് പിന്നീട് 18 പേർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതിൽ ഏറ്റവും പ്രധാനികളെന്നും നമ്മൾ കാണണം. അങ്ങനെ 16 തീയതി പകൽ അവസാനിക്കുന്നു. രാത്രിയോടുകൂടി മർദ്ദനം തുടങ്ങുകയാണ്. ആദ്യം നേരത്തെ സൂചിപ്പിച്ച മലയുടെ മുകളിലെ വാട്ടർ ടാങ്കിനടുത്ത് വെച്ച് അവിടെ ക്രൂരമായി മർദ്ദിക്കുന്നത് 4 പേർ കമ്മിറ്റി മുമ്പാകെ സാക്ഷിമൊഴി നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ഡാനിഷും ഹാഷിമും ആദിത്യനും സൗദ് റിസാലും രഹാൻ ബിനോയിയും ദേവരാഗും ചേർന്നാണ് അവിടെ നിന്ന് മർദ്ദിച്ചത്. അവിടെ നിന്ന് കൂട്ടി നേരെ കൊണ്ടുവന്നത് ഹോസ്റ്റൽ മുറിയിലെ 21 നമ്പർ മുറിയിലേക്ക്. അപ്പോഴേക്ക് സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ഹോസ്റ്റൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം സംഘം ചേർന്നുള്ള മർദ്ദനമായിരുന്നു. ആരൊക്കെ മർദ്ദിച്ചത്, അവരുടെ പേരൊന്നുകൂടി പ്രേക്ഷകർ കേൾക്കണം സുജയ. സിൻജോ ജോൺസൺ, അമൽ ഇസാൻ, ആസിഫ് ഖാൻ, അരുൺ കെ, കാശിനാഥൻ, നസീഫ്, അമീൻ അക്ബർ അലി, ആദിത്യൻ, അൽത്താഫ്, ആകാശ്, ഗിരികൃഷ്ണൻ, റസീൻ അബ്ദുൾ റഹീം, അജയ്, ശ്രീഹരി, സൗദ് റിസാൽ, അതുൽ സോമൻ എന്നിവർ ചേർന്ന് മർദ്ദിച്ചു. ഈ മർദ്ദനം കണ്ടത് 6 പേരാണെന്ന് മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിൻജോ ജോൺ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഏറ്റവും ക്രൂരമായി സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത്. കഴുത്തിൽ പിടിച്ച് തൂക്കി നിർത്തി സ്റ്റീൽ അലമാരയോട് ചേർത്ത് ഞെക്കിപ്പിടിച്ചു. സിദ്ധാർത്ഥ് റൂമിൽ പേടിച്ച് ഉണ്ടെന്നായിരുന്നു 57ാം സാക്ഷിയുടെ മൊഴി. അടിവസ്ത്രം മാത്രമാണ് ധരിക്കാൻ കൊടുത്തത്. 21ാമത്തെ മുറിയിൽ നിന്ന് അടിവസ്ത്രത്തിൽ പുറത്തേക്കിറക്കി കോറിഡോറിൽ ഓരോ വാതിലുകളും മുട്ടി ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ വിണിച്ചുണർത്തിപ്പിച്ചു സിദ്ധാർത്ഥിനെ കൊണ്ട്. അവിടെ നിന്ന് അവർ കൂട്ടം ചേർന്ന് ഈ ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് താൻ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചു. അതിൽ ക്ഷമാപണം നടത്തുന്നതായും പറയിപ്പിച്ചു. അതിനുശേഷമാണ് അതിഭീകരമായ മർദ്ദനം നടന്നത്. അവിടെ അടിവസ്ത്രം മാത്രമായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥ് ധരിച്ചിരുന്നത്. കൂട്ടം ചേർന്ന് പരസ്യ വിചാരണ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റം ഏറ്റു പറയിപ്പിച്ചു, നിർബന്ധിച്ച് തല്ലുകയും ചവിട്ടുകയും ചെയ്തു. ബെൽറ്റും ചാർജറിൻ്റെ കേബിളുകളും ഉപയോഗിച്ച് മർദ്ദിച്ചു. ഇത് കണ്ടത് 58, 63 സാക്ഷികളാണ്. അവരാണ് മൊഴി നൽകിയതും. കാശിനാഥനാണ് പലതവണ ബെൽറ്റ് കൊണ്ടടിച്ചത്. ഇങ്ങനെ അടിക്കുന്നത് 15 പേർ മൊഴി നൽകി. സിൻജോ ജോൺസൺ മർദ്ദിച്ചത് ക്രൂരമായെന്നാണ് മൊഴി. കാലുകൊണ്ട് നെഞ്ചിലും പുറത്തും പലതവണ ചവിട്ടി. കാലിൻ്റെ വിരലുപയോഗിച്ച് നെഞ്ചിൽ ഞെരിച്ചു. നേരത്തെ മർദ്ദിച്ചവരെല്ലാം നടുത്തളത്ത് വെച്ച് വീണ്ടും മർദ്ദിച്ചു. കുനിച്ചു നിർത്തി പലതവണ പുറത്തടിച്ചു. ആകാശ് തലക്കടിച്ചു. സാങ്കല്പിക കസേരയിൽ പലതവണ ഇരുത്തി. ഇരിക്കാനാവാതെ പലതവണ സിദ്ധാർത്ഥ് നിലത്ത് വീഴുന്നുണ്ടായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്.
ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പലരും മൊഴി നൽകിയില്ല. 2 സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞു ഇനി മർദ്ദിക്കരുത്. രോഹൻ രമേശും PG വിദ്യാർത്ഥി നിതിൻ ശങ്കറും. പക്ഷേ അവരത് കേൾക്കാൻ തയ്യാറായില്ല. മർദ്ദനത്തിന് ശേഷം 1-ാം നിലയിലെ ഡോർമെട്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്നും മർദ്ദനം തുടർന്നു. ശരീരം നിറയെ മർദ്ദനത്തിൻ്റെ പാടുകളായിരുന്നുവെന്ന് 39-ാം സാക്ഷിയുടെ മൊഴിയുണ്ട്. കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു കട്ടിലിൽ അടുത്ത ദിവസം രാവിലെയെന്ന് മൊഴിയുണ്ട്. അതായത് ഫെബ്രുവരി 17 രാവിലെ. കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കി. വേദന കൊണ്ട് കുടിക്കാൻ കഴിഞ്ഞില്ല. കാരണം തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു. 17-നും 18-നും ആകെ സിദ്ധാർത്ഥിനെ കണ്ടത് ഈ മൊഴി നൽകിയവരിൽ 2 പേർ മാത്രമാണ്. 18-ന് രാവിലെ തൊണ്ടവേദനിക്കുന്നുവെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴും ഈ ക്രൂരമായി പെരുമാറിയ സഹപാഠികൾ ഡോക്ടറെ കാണിക്കുന്നതിനല്ല തയ്യാറായത്. പകരം മരുന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അഭിജിത്ത് മോഹനും അഖിലും ശ്യാംകൃഷ്ണനും ഇവരാരും ഡോക്ടറെ കാണിച്ചില്ല. 18 രാവിലെ കഴിഞ്ഞതോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥിനെ ആരും കണ്ടില്ല. പിന്നീട് സുശാന്ത് കുമാർ ബാത്റൂം തള്ളി തുറന്നു നോക്കി. സിദ്ധാർത്ഥ് തൂങ്ങിയ നിലയിലായിരുന്നു. മർദ്ദിച്ചവർ പലരും ബാത്റൂമിന് അടുത്തുള്ള മുറികളിലും മറ്റുമായി ഉണ്ടായിരുന്നു. സിൻജോ ജോൺസൺ കുട്ടികളെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ പോകുന്നു ആ മൊഴിയിലെ പട്ടിക. ഏറ്റവും അവസാനം വളരെ കൃത്യമായി ആൻറ്റി റാഗിംഗ് സ്ക്വാഡിലെ അധ്യാപകർ അതിൽ പറയുന്നു ഈ മരണത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. നേരത്തെ സുജയ പറഞ്ഞു വെച്ചതുപോലെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് ഒരു തവണ പോലും 18 പേജുള്ള ഈ റിപ്പോർട്ടിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല. മലമുകളിലും ഹോസ്റ്റലിൻ്റെ 21-ാം മുറിയിലും നടുത്തളത്തിലും കോറിഡോറിലും വെച്ച് ഭീകരമായി മർദ്ദിച്ചതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. പരസ്യമായ വിചാരണയാണ് നടന്നത്, മൃഗീയമായ വിചാരണയാണ് നടന്നതെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. സുജയ, ഈ റിപ്പോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ കേസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കോടതിയായാലും മറ്റ് സംവിധാനങ്ങളായാലും ആദ്യം പരിഗണിക്കുക ഈ റിപ്പോർട്ടാണ്. അത്രയേറെ വിലയേറിയ റിപ്പോർട്ടിലെ ഉള്ളടക്കമാണ് നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവന്നതും ഇന്ന് പ്രേക്ഷകർ കാണുന്നതും.